ചേട്ടന്റെ കത്ത്. വെസിഞ്ഞോ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കോപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യമൊടുക്കുകയായിരുന്നു. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കൽപന്തുകളിലൂടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ പീലിയുടെ മഹാരാജാവ് പിച്ച് തെറിക്കുന്നതുപോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങൾക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നു കൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറെയും സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയുടെ ചുളുങ്ങിയ മുഖമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളെ തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസെ ഏവറോ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്നു ലോകമെമ്പാടും അറിയപ്പെടുന്ന കുഞ്ഞു മുത്തശ്ശി എന്ന് അർത്ഥം വരുന്ന വെസിഞ്ഞോ എന്ന ഓമനപ്പേരിലാണ്. 1986 ജൂൺ 3-ന് കോപ്പ് വെർദെ രാജ്യത്തിലെ സവേ വിസെന്റ് ദ്വീപിൽ അതിദാരിദ്രരായി ജനിച്ച വെസിഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും വളർത്തിയതിൻ്റെ പേര് കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേരിനാൽ മുത്തശ്ശിയും വളർത്തിയ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേർ സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റി വെസിഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം മൂലം കളിക്കളം കീടപ്പടമായി. എങ്കിലും ഉയരം കുറവു മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട വെസിഞ്ഞോയാണിത്. കൽപന്തുകളിലൂടെ വൈദേഹ്യം തുടുത്തപ്പോൾ ഉപജീവനത്തിനായി ബസ് ഡ്രൈവറായും ഇലക്ട്രീഷ്യനുമായും കൂലിപ്പണിയെടുത്ത് വെസിഞ്ഞോയാണ്. എന്നാൽ 20-ാം വയസ്സിനു മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി. അംഗോള, മോൾഡോവ, സെർബിയ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ വേൾഡ് ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വെസിഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വെസിഞ്ഞോ എന്ന കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സിക്കുൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നു. അല്ല, കളിക്കളത്തിൽ അയാൾ ശ്രദ്ധ ഗോൾ മുഖത്ത് കൂട്ടത്തിൽ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളെ തട്ടി മാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ
പ്രതികളെ അയാൾ തെറ്റിത്തെറിപ്പിച്ച് പൂവാവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസ പേരുകൊണ്ടയാൾ തൻ്റെ ജീവിതം മധുരത്തിൻ്റെ പായസം ഉണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ അപേക്ഷകൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്ത് നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചിറക്കാൻ നിങ്ങളും കഴിയും. ഗാലറികൾ ഇരുന്ന് കമന്റടിക്കുന്നവർ മേയനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങൾ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.